ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ബിറ്റ് കോയിൻ്റെ കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് നടത്താനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലൊക്കെ ആയിരിക്കും ബിറ്റ് കോയിനിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുക, ആൻഡ് ഏത് രീതിയിലൊക്കെ ആയിരിക്കും നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസിലൊക്കെ പതിവായിട്ട് പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഞാൻ ഇവിടെ നടത്തുന്നത് എൻ്റെ അനാലിസിസ് മാത്രമാണ്, അതെല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നുമില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക. എൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അധികം സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് എടുക്കാം. ബിറ്റ് കോയിൻ്റെ ചാർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പേ തന്നെ ബൈബിറ്റിൽ എങ്ങനെയാണ് ഒരു P2P ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് സമയം മതി. നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഡെസ്ക്ടോപ്പ് വെർഷനിൽ എങ്ങനെയാണ് ഈ P2P ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. എന്നാൽ മൊബൈൽ വെർഷനിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് ബിറ്റ് കോയിൻ്റെ ചാർട്ടിൽ പോയിട്ട് കാര്യങ്ങൾ നോക്കാം. ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക. ബൈബിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഹോം സ്ക്രീനിൽ ഇവിടെ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബൈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് എന്നും ബൈ ക്രിപ്റ്റോ എന്നും P2P ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ P2P ട്രേഡിംഗ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും പോവുക. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അക്നോളജ് കൊടുക്കുക. ആൻഡ് നമുക്ക് ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ വേണം. നമുക്കിപ്പോൾ ബൈബിറ്റിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ആൻഡ് നമുക്ക് ബൈബിറ്റിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുത്തണം, അല്ലെങ്കിൽ വിഡ്രോവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സെൽ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ബൈ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ആണ് നമുക്ക് ബൈ ചെയ്യേണ്ടത്, എത്ര എമൗണ്ടിനുള്ള USDT ആണ് നമുക്ക് ബൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ USDT തന്നെയാണ് എടുക്കുന്നതെന്ന് ഉറപ്പ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ INR തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഉറപ്പ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ എമൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ഞാനൊരു 1000 രൂപ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു 1000 ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്, കൺഫേം കൊടുക്കുകയാണ്. ആൻഡ് ഈ ഓൾ പേയ്മെൻറ്റ്സ് മെത്തേഡിൽ പോയിട്ട് ഞാൻ UPI സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് UPI വഴിയാണോ ഫണ്ട് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണോ കിട്ടേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ UPI കൊടുക്കുന്നുണ്ട്, കൺഫേം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സുനിത എന്ന് പറയുന്ന സുനിതയും സാൻഡിയും ഒക്കെ നമുക്കിവിടെ എലിജിബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഞാനിവിടെ ബൈ ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് നമുക്ക് എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1000 എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10.8932 USDT ആയി നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. 0 ഫീ ആയിരിക്കും. ബൈ കൊടുക്കുന്നുണ്ട്, ബൈ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ പേ നൗ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സുനിത എന്ന് പറയുന്ന ആളുടെ ഒരു UPI ID നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ആ UPI IDയിലേക്ക് നമ്മൾ ഈ 1000 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ബൈബിറ്റിലേക്ക് ഈ സുനിത എന്ന് പറയുന്ന ആൾ ഈ 10.8932 USDT റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പേനവ് കൊടുക്കുന്നില്ല. പേനവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു 1000 രൂപ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഞാനിവിടെ ക്യാൻസൽ ഓർഡർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബൈബിറ്റിൽ P2P വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ഇതുപോലെ തന്നെയാണ് നമ്മൾ വിഡ്രോ ചെയ്യലും. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് USDT ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെല്ല് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ആൻഡ് നമുക്ക് എത്ര എമൗണ്ടിനുള്ള USDT ആണ്, ഇപ്പോൾ ഒരു 1000 രൂപയ്ക്കുള്ള USDT ആണ് നമുക്ക് സെല്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എമൗണ്ടിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് 1000 എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കൺഫേം കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് UPI ID വഴിയാണോ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ അവർ നമ്മുടെ UPI IDയിലേക്കാണോ പൈസ അയച്ച് തരേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനോട് UPI കൊടുക്കുന്നുണ്ട്, കൺഫേം കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അവർ നമ്മുടെ ആ UPI IDയിലേക്ക് ഫണ്ട് അയച്ചു തരുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള USDT റിലീസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനോട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈബിറ്റിൽ P2P വഴി നമുക്ക് ഡെപ്പോസിറ്റും വിഡ്രോയും ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാൻ. നമ്മൾ പതിവ് പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത്. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.37 ട്രില്യൺ. ഒരു 2.09% ഡിക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഓവർ ദ ലാസ്റ്റ് 24 അവർ നോക്കുകയാണെങ്കിൽ $65.65 ബില്യൺ ആയിട്ട് അത് കൂടിയിട്ടുണ്ട്. 7.25% ഇൻക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ് കോയിൻ ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ ഒരു 50.70% ആയിട്ട് തന്നെ ബിറ്റ് കോയിൻ ഡോമിനൻസ് നിൽക്കുന്നുണ്ട്. ഒരു 0.36% ഡിക്രീസ് മാത്രമേ ബിറ്റ് കോയിൻ ഡോമിനൻസ് സംഭവിച്ചിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് കാണാൻ പറ്റുന്നുണ്ട്. 71 ആണ്. ഗ്രീഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് താഴേക്ക് വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെയും എതേറിൻ്റെയും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും എല്ലാം തന്നെ വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ഗ്രീൻ കളറിൽ തന്നെയാണ് മൊത്തത്തിൽ എല്ലാ ചാർട്ടും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഒരു ഡംപ് ഒന്നും സംഭവിച്ചിട്ടില്ല, കാര്യമായിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബിറ്റ് കോയിൻ കഴിഞ്ഞ 24 മണിക്കൂറിൽ വെറും 2% മാത്രമേ താഴേക്ക് വന്നിട്ടുള്ളൂ. ആൻഡ് കഴിഞ്ഞ 7 ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.41% ഒരു അപ്പ് മൂവ്മെൻറ്റിൽ തന്നെയാണ്,
അല്ലെങ്കിൽ ഒരു അപ്പായിട്ട് തന്നെയാണ് ബിറ്റ്കോയിൻ നിൽക്കുന്നത്. എത്തേറിയം കഴിഞ്ഞ 7 ദിവസമായിട്ട് 5.96% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂർ ഒരു 3.2% ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു 7 ഡേയ്സ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ 7 ഡേയ്സിലെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഡംപ് ഒന്നും തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. കാര്യമായിട്ടുള്ളൊരു ഡൗൺ മൂവ്മെന്റ് ഒന്നും തന്നെ ചാർട്ടിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു അനാലിസിസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 37,000 മുതൽ 37,800 വരെയുള്ള ആ ഒരു ലെവൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് പ്രൈസിന് ഇപ്പോൾ ഒരു റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഇവിടെയൊക്കെ സംഭവിച്ച പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 31,000 മുതൽ 30,000 വരെയുള്ള ആ ഒരു റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ സംഭവിച്ച പോലെ ഈ ഒരു ഏരിയയിലൊക്കെ സംഭവിച്ച പോലെ തന്നെ നമുക്ക് പ്രൈസ് ചെറുതായിട്ടൊന്ന് ഒരു റീടെസ്റ്റ് നടത്താനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ആ ഒരു ലെവലാണ്, ആ ഒരു 30,000 മുതൽ 31,000 വരെയുള്ള ആ ഒരു ലെവലാണ് നമുക്ക് അടുത്ത ഒരു സപ്പോർട്ട് ഏരിയയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത്. അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലോങ് പൊസിഷൻസ് എല്ലാം തന്നെ ചാടി കയറി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യമല്ല. സോ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ പ്രൈസ് നമുക്ക് കാണിച്ചു തരുന്നത് വരെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ലോങ് പൊസിഷൻസ് ഒക്കെ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇനി അതല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് 37,000 മുതൽ 37,800 വരെയുള്ള ഈ ഒരു ലെവൽ പ്രൈസിന് ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ പൊട്ടൻഷ്യലി ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻസ് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നമുക്കൊരു ലോങ് പൊസിഷൻസ് നോക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 44,000 മുതൽ 40,000 വരെയുള്ള ആ ഒരു ലെവലായിരിക്കും. ഓക്കെ, 40,000 മുതൽ 44,000 വരെയുള്ള ഒരു ലെവലിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്താനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനായിട്ടുള്ളത്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ലോങ് പൊസിഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ഈ ഒരു 30,000 മുതൽ 31,000 വരെയുള്ള ആ ഒരു ലെവലിലേക്ക് എത്തണം, ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ആ രണ്ട് ലെവൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ലെവലുകളാണ്. 37,000 മുതൽ 37,800 വരെയുള്ള ലെവലും 30,000 മുതൽ 31,000 വരെയുള്ള ലെവലും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും. ആൻഡ് അടുത്തൊരു ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസോട് കൂടിയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസോട് കൂടിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം, ഒരു അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് മാത്രം ഉണ്ടാകുന്ന ഒരു സമയമല്ല. ഒരുപാട് റീട്രേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് പ്രൈസ് ഒരു റീട്രേസ്മെൻറ്റോട് കൂടിയിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അതൊരു ഹെൽത്തി ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ പ്രൈസ് എത്ര തന്നെ മുകളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പോയാലും ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രൈസിന് ഒന്ന് താഴേക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ പ്രൈസ് താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും പിന്നീട് അടുത്ത ഒരു ബുൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്തൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു CPR ലെവൽ, മന്ത്ലി CPR ലെവൽസ് ആയിട്ടുള്ള 30,000 മുതൽ 33,000 വരെയുള്ള ഈ ഒരു ലെവൽ നമ്മൾ ഇവിടെ ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ടുള്ള ഈ ഒരു ലെവൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് പ്രൈസ് ഈ രീതിയിൽ ശക്തമായിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഒരു റീടെസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്താനും ദെൻ അവിടെ നിന്ന് വീണ്ടും ശക്തമായിട്ട് മുകളിലേക്ക് പോകാനുമായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. പ്രൈസ് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ നോർമലായിട്ടൊരു അപ് ട്രെൻഡിൽ ഉണ്ടാവേണ്ട രീതിയിലുള്ളൊരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ, റീട്രേസ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ലോങ് പൊസിഷൻസ് നോക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു 30,000 മുതൽ 33,000 വരെയുള്ള ഒരു ലെവലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 30,000ലേക്ക് പ്രൈസ് എത്തിയാലും അതൊരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക്, ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇനിയും ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകാൻ പോവുകയാണോ, അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നോർമലാണ്, കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് 30,000ലേക്ക് പ്രൈസ് എത്തുക എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും പ്രൈസ് കയറി പോകുന്നില്ല. ഈ പറയുന്ന പോലെ ഒരുപാട് റീട്രേസ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലാണ് 30,000 മുതൽ 33,000 വരെയുള്ള ലെവൽ. അപ്പോൾ നമ്മൾ ഈ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ 30,000 പറഞ്ഞിട്ടുണ്ട്, 30,000 മുതൽ 31,000 വരെയുള്ള ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ മന്ത്ലി CPR വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ 30,000 മുതൽ 33,000 വരെയുള്ള ലെവൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ആൻഡ് ഒരു 12 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാരലൽ ചാനൽ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 12 അവർ ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്, വേണമെങ്കിൽ ഒരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, അതായത് ഇവിടെ നമ്മൾ 1 അവറിലാണ് നിൽക്കുന്നത്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ലോങ് പൊസിഷൻ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു പാരലൽ ചാനൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ ആ ഒരു പാരലൽ ചാനലിൻ്റെ ഒരു ഡൗൺ ട്രെൻഡ് ലൈനിലാണ് പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിന്നും പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു താഴെയുള്ള ട്രെൻഡ് ലൈനിൽ നിന്നും പ്രൈസിന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ പ്രൈസ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് നമ്മളിവിടെ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു 30,000 എന്ന് പറയുന്ന ലെവലായിരിക്കും പിന്നീട് നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് വരുന്ന ലെവൽ. അതായത് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് പിന്നീട് ഒരു സപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത് 30,000 എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് പിന്നീട് ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏത് രീതിയിലാണോ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കുന്നത്, ഒരു ബ്രേക്ക് ഔട്ട്, താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ആണോ അതോ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈൻ ആണോ കിട്ടുന്നത് നോക്കുക. അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, അപ്പോൾ 12 അവർ ടൈം ഫ്രെയിമിലെ കാര്യം കൂടി ഈ പറയുന്ന പോലെ ഒരു പാരലൽ ചാനലിൻ്റെ കാര്യം കൂടി നമ്മൾ നമ്മുടെ അനാലിസിൽ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. നമ്മുടെ അനാലിസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആൻഡ് 12 അവർ ടൈം ഫ്രെയിമിൽ തന്നെ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് പോകുന്നതാണെന്ന് പറയാൻ പറ്റും. ഇത് ഹൈ ആണ്, ഇതൊരു ലോ ആണ്, ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്, ഹയർ ഹൈ ആണ്. ആൻഡ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു ശക്തമായിട്ടുള്ള ബ്രേക്ക് ഔട്ടോട് കൂടിയിട്ട് പ്രൈസ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റിന് പ്രൈസ് ശ്രമിക്കുന്നത് കാണാൻ പറ്റുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് പ്രൈസ് ഒരു റീടെസ്റ്റിന് ശ്രമിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹൈനെ, അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ ഏരിയനെ പ്രൈസിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഒരു ഹയർ ഹൈ പ്രൈസിനോട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു റീടെസ്റ്റ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും ഈ ഒരു 33,000 എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട്, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഷോർട്ട് പൊസിഷൻ ടാർഗറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 33,000 എന്ന് പറയുന്ന ലെവൽ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഒരു റീടെസ്റ്റ് ആൻഡ് അവിടെ നിന്ന് പ്രൈസ് ചെറുതായിട്ട് ഈ ഒരു 33,000 എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് ഒരു ഷോർട്ട് ടൈമിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കുന്നതിന് മുൻപ് ഈ പറയുന്ന പോലെ പല ടൈം ഫ്രെയിമുകളിൽ പോയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. അപ്പോൾ ഒരൊറ്റ ടൈം ഫ്രെയിമിൽ മാത്രം നിന്ന് കളിക്കാതെ പല ടൈം ഫ്രെയിമുകളിൽ പോയിട്ട് ഓരോ ടൈം ഫ്രെയിമുകളിലും എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ സമാധാനമായിട്ടിരുന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഒരു 2 ഡേ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഈ ഒരു കർവ്ഡ് ലൈനിൽ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് കൃത്യമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരും എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു ലെവൽ 31,000 മുതൽ 32,000 വരെയുള്ള ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ലെവലായിരുന്നു. ആൻഡ് ആ ഒരു ലെവലിലേക്ക് പ്രൈസ് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്താനായിട്ട് സാധ്യത ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ, ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ലെവലിലേക്ക് പ്രൈസ് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് പ്രൈസ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ സംഭവിക്കുകയും പ്രൈസ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്നുകൂടെ കൺജസ്റ്റഡ് ആയിക്കൊണ്ട് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ നമുക്ക് ഈ രീതിയിൽ സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ആൻഡ് അതിനുശേഷമായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ കിട്ടിയ പോലെ തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ മൂവ്മെൻറ്റ് തന്നെയാണ്. ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് നമുക്ക് കൂടുതൽ ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരുന്ന പോലെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അവിടെ നിന്നായിരിക്കും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല ടൈം ഫ്രെയിമുകളിൽ പോയിട്ട് പലതരത്തിലുള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്ത വീഡിയോയിൽ കാണാം.